കിരീടം മുന്നോട്ട് വെക്കുന്ന ആ പ്രമേയം എല്ലാ കാലത്തും പ്രസക്തമായിട്ടുള്ള ഒന്നാണ്. ശരിക്കും അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ സിനിമയിൽ ഏറ്റവും താരമൂല്യമുള്ള നടൻ കാസ്റ്റ് ചെയ്യപ്പെട്ടാലും കഥാപാത്രം മാത്രമേ കാണത്തുള്ളൂ. നമ്മൾ ഈ കണ്ണൂർ പൂവിൻ്റെ കവിൾത്തലോടി പാട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യും. എന്തുകൊണ്ടോ അത് കണക്റ്റ് ആയില്ല പ്രേക്ഷകരുമായിട്ട്. അതൊരു വലിയൊരു ട്രാജഡിയായിരുന്നു. അതിന് തുടക്കം തൊട്ടേ ആ സിനിമയുടെ കഥ ഒരു വേറൊരു രീതിയിലാണ് പോകുന്നത്. ദൃശ്യം 3 മോഹൻലാലിന് സംഭവിച്ചത് ഇല്ല, താരമില്ല, കഥാപാത്രം മാത്രമേ കാണത്തുള്ളൂ. അതൊരു വല്ലാത്ത മാജിക്കാണ്. മോഹൻലാൽ സിനിമകൾ റീമേക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചലഞ്ചാണത്. മീൻസ് അത് മോഹൻലാൽ ചെയ്തു വെച്ചിട്ടുള്ള ഒരു ഹൈറ്റ് ഉണ്ട്. ലാലേട്ടന്റെ ആ ഒരു റേഞ്ചിലേക്ക് ഇവരാരും തന്നെ വരുന്നില്ല എന്നാണ്. നമസ്കാരം, അമേസിംഗ് റേയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സിനിമാ സംബന്ധമായ ഒരു ചർച്ചയാണ്. ഇന്ന് നമ്മോടൊപ്പം ഗിരീഷ് നമശിവായ. അദ്ദേഹം നിരവധി തിരക്കഥാ മത്സരങ്ങളിൽ പങ്കെടുത്തു. ഒരുപാട് സമ്മാനങ്ങൾ വാരിക്കൂട്ടിയ ഒരു വ്യക്തിത്വം കൂടിയാണ്. മാത്രമല്ല അദ്ദേഹം ഒരു NLP ട്രെയിനർ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ വരാൻ പോകുന്ന ചില സിനിമയുടെ തിരക്കഥകൾ അണിയറയിൽ അദ്ദേഹം തയ്യാറാക്കി വരികയാണ്. അതിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. സാർ നമസ്കാരം. നമസ്കാരം. ആദ്യമേ തന്നെ പറയട്ടെ, നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും സപ്പോർട്ടും നമ്മുടെ ഭാഗത്തുനിന്നുണ്ട്. അങ്ങയുടെ തിരക്കഥ എത്രയും പെട്ടെന്ന് സിനിമയായി സംഭവിക്കട്ടെ. ഞാനത് കണ്ടതുകൊണ്ടാണ് പറഞ്ഞത്. വളരെ നന്ദി. ഇപ്പോൾ ഞാനിപ്പോൾ അങ്ങോട്ട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ കിരീടം സിനിമ നമ്മുടെ ഒരു കാലത്ത് നമ്മളത് നെഞ്ചിലേറ്റിയൊരു പടമാണ്. മോഹൻലാൽ എന്ന ഒരു പ്രതിഭയെ കേരളം അറിഞ്ഞ സമയം കൂടിയാണ്. ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും എണ്ണപ്പെട്ട ചില കഥാപാത്രങ്ങൾ, സേതുമാധവൻ ഒരിക്കലും മരണം വരെ, ഓരോരുത്തരും മരിക്കുന്നത് വരെ ആ സേതുമാധവൻ ഉള്ളിൽ തന്നെ ഉണ്ടാവും. അതിപ്പോൾ റിലീസിന് വരികയാണ്. പ്രത്യേകിച്ച് മോഹൻലാലിൻ്റെ പടങ്ങളെല്ലാം തന്നെ റിലീസ് ഭയങ്കര ഗംഭീരമായി ആഘോഷിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഇപ്പോൾ കിരീടം വരുമ്പോൾ നമ്മൾ മലയാളികൾക്ക് പിന്നെയും ഒരു അതിമധുരം എന്ന് വേണമെങ്കിൽ പറയാം, 4K റെസൊല്യൂഷനിൽ ഇറങ്ങാൻ പോകുന്നു. എന്തൊക്കെയാണ് അങ്ങ് അറിഞ്ഞ കിരീടത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ ഒരു അനുഭവമുണ്ട്. ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ 2026 AI യുഗത്തിലാണ്. അപ്പം ടെക്നോളജി മാറി, അങ്ങനെ ഒരുപാട് സവിശേഷതകളുള്ള സമയത്താണ് ഇതിൻ്റെ റിലീസ്. അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? കിരീടം മുന്നോട്ട് വെക്കുന്ന ആ പ്രമേയം എല്ലാ കാലത്തും പ്രസക്തമായിട്ടുള്ള ഒന്നാണ്. അതെ, ശരിക്കും അന്നത്തെ കാലഘട്ടത്തിൽ 37 വർഷം മുമ്പാണ് ഈ സിനിമ റിലീസ് ചെയ്യുന്നത്. അന്ന് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് ഞാൻ. 7 വയസ്സുള്ള കുട്ടിയാണ്. 7ാം ക്ലാസ് ആയിട്ടുള്ള 7 വയസ്സ്. മീൻസ് ഈ 37 വർഷത്തിനുപ്പുറം എനിക്ക് അവ്യക്തമായ ഓർമ്മകൾ ഉണ്ടെന്ന് പറയാൻ കാര്യം, അച്ഛൻ്റെ ജോലി സിനിമാ തിയേറ്ററിലാണ്. ഞാൻ മുമ്പ് പല വിഷയങ്ങളും എഴുതിയിട്ടുള്ളതും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. പുന്നൂർ രാംരാജ് തിയേറ്ററാണ്. പുന്നൂർ രാംരാജ് തിയേറ്റർ. AK ലോഹിതദാസിൻ്റെ സിനിമകളെല്ലാം തന്നെ എനിക്ക് വളരെ ഇഷ്ടമാണ്. ശരിക്കും തനിയാവർത്തനം എന്ന സ്ക്രിപ്റ്റിലൂടെയാണ് അദ്ദേഹം വരുന്നത് സിനിമാ രംഗത്തേക്ക്. അതിനുശേഷം തുടർച്ചയായിട്ട് ദശരഥം, മോഹൻലാലിന് വേണ്ടി, മമ്മൂട്ടിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ മികച്ച സിനിമകൾ എഴുതിയിട്ടുള്ളത് ഈ AK ലോഹിതദാസാണ്. ശരിക്കും അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ സിനിമയിൽ ഏറ്റവും താരമൂല്യമുള്ള നടൻ കാസ്റ്റ് ചെയ്യപ്പെട്ടാലും കഥാപാത്രം മാത്രമേ കാണത്തുള്ളൂ. കിരീടം ബെസ്റ്റ് എക്സാമ്പിളാണ്. നമുക്കതിനകത്ത് സേതുമാധവനെ മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. മോഹൻലാലിൻ്റെ താരപരിവേഷം ഒന്നും തന്നെ ഇല്ലാതെയാണ് ആ സിനിമ വരുന്നത്. 1989 റിലീസായത്. അപ്പോൾ അന്ന് 7 വയസ്സുള്ള ഒരു കുട്ടിയാണ്. അപ്പം എനിക്ക് എൻ്റെ അച്ഛനോടൊപ്പം തിയേറ്ററിലിരുന്ന് അത് കാണേണ്ട ഒരു അവ്യക്തമായ ഓർമ്മയും, ആ കണ്ണീർ പൂവിൻ്റെ കവിൾത്തലോടി എന്നുള്ള പാട്ടും, പിന്നെ അക്കാലത്തെ ദൂരദർശനിലെ ചിത്രഗീതം എന്ന് പറഞ്ഞ സെഗ്മെന്റ് ഉണ്ടായിരുന്നു. അതിൽ ആ പാട്ട് ഇങ്ങനെ റിപ്പീറ്റ് നമുക്ക് അതേ ഉള്ളൂ. ഇന്നത്തെ പോലെ യൂട്യൂബില് ഇല്ല പാട്ട് പെട്ടെന്ന് കേൾക്കാൻ പറ്റില്ല. പിന്നെ മറ്റ് സംവിധാനങ്ങളൊന്നുമില്ല. സിനിമയിലെ ക്ലിപ്പ് പോലും കാണാനുള്ള അവസരമില്ല. ദൂരദർശനിൽ പോലും ഭൂതല സംപ്രേഷണം വൈകുന്നേരമേ ഉള്ളൂ. ബാക്കിയെല്ലാം നമ്മുടെ ഹിന്ദിക്കാർക്ക് വേണ്ടി ഇട്ടുകൊടുത്തിട്ട് അവസാനം ഒരു 5-5:30 നമ്മൾ തുടങ്ങുന്നത് പരിപാടി. ഒരു 4-5 മണിക്കൂറേ ഉണ്ടാവുള്ളൂ. അതിൽ തന്നെ ഒരു 45 മിനിറ്റാണ് ചിത്രഗീതം പരിപാടി. പരസ്യം എല്ലാം കഴിഞ്ഞിട്ട് 4-5 പാട്ട്. അപ്പം നമ്മൾ ഈ കണ്ണൂർ പൂവിൻ്റെ കവിൾത്തലോടി പാട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യും. ആ ഒരു കാലഘട്ടമാണ്. എനിക്ക് തോന്നുന്നു കിരീടത്തേക്കാൾ അതിൻ്റെ 2ാം ഭാഗം ചെങ്കോൽ വന്നപ്പോഴത്തേക്ക് കുറച്ചും കൂടെ ഒരു അറിവായി. 10-11 വയസ്സുള്ള സമയത്താണ് ചെങ്കോൽ വരുന്നത്. അത് ഭയങ്കര ഹൈപ്പിലാണ് വന്നത്. കാര്യം കിരീടത്തിൻ്റെ 2ാം ഭാഗം എന്ന നിലയിൽ ഭയങ്കര ഹൈപ്പോട് വന്ന സിനിമയാണ്. പക്ഷേ എന്തുകൊണ്ടോ അത് കണക്റ്റ് ആയില്ല പ്രേക്ഷകരുമായിട്ട്. അതൊരു വലിയൊരു ട്രാജഡിയായിരുന്നു. ട്രാജഡി മീൻസ് അതിനകത്ത് അച്യുതൻ നായർ എന്ന് പറയുന്ന ഹെഡ് കോൺസ്റ്റബിൾ തിലകൻ അവതരിപ്പിച്ച ക്യാരക്ടറിനെ ശരിക്കും പറഞ്ഞാൽ ലോഹിതദാസ് എന്താണ് ആ സിനിമയിൽ മാത്രമേ എനിക്ക് ഒരു ചെറിയൊരു എതിരഭിപ്രായമുള്ളൂ. കാര്യം ആ ക്യാരക്ടർ അസാസിനേഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു വ്യക്തിത്വമുള്ള ക്യാരക്ടറിനെ ഇല്ലാതാക്കി. സ്വന്തം മകളെ ഇങ്ങനെ മീൻസ് നാടകത്തിനും മറ്റ് അനാശാസ്യ ഒരു പിമ്പിന്റെ വേഷമാക്കി അദ്ദേഹത്തെ
മാറ്റിക്കളഞ്ഞു. അപ്പം അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നുള്ളത് നമുക്ക് ഇതിപ്പോഴും വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ചെങ്കോൽ പോലെ സിനിമ കാണാൻ വേണ്ടി നമ്മൾ പോയി അവിടെ ഇരുന്നത്. കിരീടത്തിലെ അദ്ദേഹത്തിന്റെ നിലപാടുകൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു മലയാളി. കിരീടത്തിലെ നായകൻ മോഹൻലാലിനെക്കാട്ട് ഉപരിയായിട്ട് തിലകനാണ്. അത് വേറൊരു രസം എന്ന് വെച്ചാൽ തിലകന് വേണ്ടിയാണ് ആ സിനിമ പാലക്കാട്ട് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഷിഫ്റ്റ് ചെയ്ത് തിരുവനന്തപുരത്താണ് എൻ്റെ ഷൂട്ടിംഗ്. ഡേറ്റ് ക്ലാഷ് ആയിരുന്നു. കാര്യം വർണ്ണം എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിങ്ങിലായിരുന്നു തിലകൻ. അപ്പോൾ ആ സമയത്ത് ഈ വർണ്ണം എന്ന് പറയുന്ന സിനിമ തിരുവനന്തപുരത്ത് ഷൂട്ട് നടക്കുകയാണ്. അപ്പം ലൊക്കേഷൻ ഷിഫ്റ്റ് ചെയ്താൽ മാത്രമേ തിലകന് ഇതിനകത്ത് സഹകരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു ആക്ടറിന് വേണ്ടി സിനിമ ലൊക്കേഷൻ ഫുള്ളായിട്ട് ചേഞ്ച് ചെയ്ത് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നു. അങ്ങനെയാണ് നമ്മുടെ വെള്ളായണി പാലം, അതിപ്പം പ്രധാന ഒരു കഥാപാത്രം തന്നെയാണ്. അതെ. അന്ന് അത് ശിവോദയം പാലം എന്നായിരുന്നു പേര്. ഇപ്പൊ അതിന്റെ പേര് കിരീടം പാലം എന്നാണ്. അതുപോലെ കിരീടം സിനിമയുടെ മുഖ്യ നിർമ്മാതാവായിട്ടുള്ള കൃഷ്ണകുമാർ എന്ന് പറയുന്ന ഉണ്ണി, അദ്ദേഹം കിരീടം ഉണ്ണി എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു ഐക്കോണിക്കാണ് ആ ഒരു സിനിമ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചലനങ്ങൾ എന്ന് വെച്ചാൽ അത്രത്തോളം വലിയൊരു ഇമ്പാക്റ്റാണ്. ദേശീയ അവാർഡിലേക്ക് വന്നപ്പോഴോ അത് ശരിക്കും പറഞ്ഞാൽ ലാലേട്ടൻ ഫാൻ എന്ന നിലയിൽ നമുക്ക് വളരെ വിഷമമുണ്ടാക്കുന്ന ഒരു ഇതാണ് അന്ന് ജൂറിയുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ചത്. ശരിക്കും പറഞ്ഞാൽ എന്തോ ലോബിങ് എന്നൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ തന്നെ എനിക്ക് ചില രീതിയിൽ അങ്ങനെ ഒരു കോൺട്രവേഴ്സി അന്ന് ചെറിയ രീതിയിൽ കോൺട്രവേഴ്സി ഉണ്ടായി. വടക്കം വീര അത് പക്ഷെ അതൊരു കലാമൂല്യമുള്ളൊരു സിനിമ. അത് പ്രത്യേകിച്ച് അതിന്റെ സ്ക്രിപ്റ്റ് വന്നിട്ട് എം ഡി ആണ്. അല്ല അത് കലാമൂല്യമുള്ള സിനിമയാണെന്നൊന്നും നമ്മൾ തർക്കമില്ല. കാര്യം നമുക്ക് ഏറ്റവും മികച്ച രീതിയിൽ അഭിനയിച്ച സിനിമയാണ്, മികച്ച സിനിമ തന്നെയാണ്, എം ഡിയുടെ നല്ല വർക്കാണ്. പക്ഷേ അതിനകത്ത് വളരെ നാടകീയമായിട്ടുള്ള ഡയലോഗുകളും മറ്റു കാര്യങ്ങളാണ്. അത് ചിത്രം അത് ആവശ്യപ്പെടുന്നുണ്ട്. എന്നിരുന്നാൽ തന്നെയും ഞാൻ മനസ്സിലാക്കുന്നത് ആ സിനിമ മമ്മൂട്ടി ആക്ട് ചെയ്ത ഡയലോഗ് ഉണ്ടല്ലോ, മീൻസ് അത് മിമിക്രിക്കാർ അക്കാലത്ത് സിദ്ദിഖൊക്കെ ഏതാണ്ട് അതേ പ്രൊഫഷനിൽ ചെയ്യുമായിരുന്നു. ഓർക്കുന്നുണ്ടാവല്ലോ, സിദ്ദിഖ് നന്നായിട്ട് ചെയ്യുമായിരുന്നു. കൊല്ലന് പൊൻപണം കൊടുത്ത് ചതിച്ചവൻ ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെന്നുള്ളത് അന്ന് എല്ലാവരും വല്ലാത്തൊരു ഡയലോഗായിരുന്നു. അപ്പൊ ആ അത്തരം അനുകരണങ്ങൾ ആ വടക്കൻ വീരഗാഥയ്ക്ക് ഉണ്ടായപ്പോഴത്തേക്ക് ഒരു രീതിയിലും കിരീടം സിനിമ റീമേക്ക് ചെയ്യപ്പെട്ടിട്ട് പോലും അതുപോലെ മോഹൻലാൽ ചെയ്ത പോലെ ചെയ്യാൻ ആർക്കും പറ്റിയില്ല. പിറ്റേ വർഷം തന്നെ പ്രിയദർശൻ 1990 തോന്നുന്നു ഗർദിഷ് എന്നുള്ള സിനിമയാക്കി. അപ്പോൾ അത് ജാക്കി ഷറഫാണ് മോഹൻലാലിൻ്റെ വേഷം ചെയ്തത്, അമരീഷ് പുരിയാണ് തിലകൻ്റെ വേഷം ചെയ്തത്. അപ്പോൾ ആ സിനിമ ഗംഭീര പരാജയമായിരുന്നു. മീൻസ് അത് ഒരു രീതിയിലും മോഹൻലാൽ ചെയ്തു വെച്ച വേഷത്തിൻ്റെ അടുത്ത് പോലും എത്തിയില്ല. പിന്നീട് കാലാകാലങ്ങളിൽ ഒരു 5-6 റീമേക്ക് പല ഭാഷയിലായിട്ടുണ്ടായി. ബംഗാളി, കന്നഡ, തെലുങ്ക്, തമിഴ് തമിഴിൽ കിരീടം എന്നുള്ള പേരിൽ തന്നെ വന്നു. അജിത്താണ്, തല അജിത്ത്. അതും വലുതായിട്ട് ശ്രദ്ധിക്കപ്പെട്ടില്ല. മീൻസ് ഇത് മോഹൻലാൽ സിനിമകൾ റീമേക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചലഞ്ചാണത്. മീൻസ് അത് മോഹൻലാൽ ചെയ്തു വെച്ചിട്ടുള്ള ഒരു ഹൈറ്റ് ഉണ്ട്, അഭിനയത്തിൻ്റെതായ ഒരു കൊടുമുടി. അത് ഭേദിക്കാൻ തക്ക മിക്കവാറും ചില സിനിമകളുടെ അറ്റംപ്റ്റ് ഇവിടെ നടന്നിട്ടില്ല. തന്മാത്ര പലരും ശ്രമിച്ചു നോക്കിയിട്ട് അത് വേണ്ടെന്ന് വെച്ചു. നമ്മള് സ്ഫടികം എന്ന് പറയുന്ന സിനിമ പ്രേക്ഷകർക്കൊക്കെ അറിയാം. നമ്മൾ എപ്പോഴും റോക്കറ്റ് എന്നൊക്കെ പറയുമ്പോൾ റോക്കറ്റ് ട്രോളുകൾക്ക് ഇടയായ സിനിമയാണ്. പക്ഷെ ലാലേട്ടന്റെ ആ ഒരു റേഞ്ചിലേക്ക് ഇവരാരും തന്നെ വരുന്നില്ല. ഏറ്റവും എക്സാമ്പിൾ താളവട്ടം സിനിമ പ്രഭുവാണ് തമിഴിൽ ചെയ്തത്. മീൻസ് താളവട്ടം എത്ര നാച്ചുറൽ ആയിട്ടാണ് ആ അഭിനയം പോകുന്നത്. ആ ആശുപത്രി സീക്വൻസിലുള്ള ചെറിയ തമാശകളൊക്കെ ശരിക്കും പ്രഭുവിന്റെ ആ താളവട്ടം കണ്ടു കഴിഞ്ഞാൽ ഒട്ടും നമുക്ക് കണക്ട് ആവത്തില്ല. ആ ഒരു നമ്മൾ പറഞ്ഞു വന്ന കിരീടത്തെ പറ്റി നമുക്ക് ഇത്തരം കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ല. അതാണ് കാര്യം. അപ്പൊ നമ്മൾ കിരീടം ഇപ്പൊ അന്നത്തെ കാലത്തുള്ള റിലീസിങ്ങിന്റെ അങ്ങയുടെ ഓർമ്മകൾ എന്തായിരുന്നു? അതെങ്ങനെയായിരിക്കും ഇപ്പോൾ 26-ലെത്തുമ്പോൾ എങ്ങനെയായിരിക്കും? 26-ലെത്തുമ്പോൾ എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ ഞാനൊരു പ്രവചനം നടത്താൻ ഒരു ധൈര്യപ്പെടുകയാണ്. ലാലേട്ടന്റെ ഇതുവരെയുള്ള റിലീസ് ചരിത്രത്തിൽ ഏറ്റവും അധികം കളക്ഷൻ നേടിയ ദേവദൂതനാണ്. 5 കോടി ചില്ലുവാനം. അതാണ് ദേവദൂതന്റെ കളക്ഷൻ റിലീസ്. അത് ഇത് ബ്രേക്ക് ചെയ്യും. കിരീടം ബ്രേക്ക് എന്ന് പറയാൻ കാര്യം അതിന്റെ ഒരു ഗൗരവം ഉൾക്കൊണ്ട് തന്നെയാണല്ലോ നാഷണൽ ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് ഇത് റീമാസ്റ്റർ ചെയ്തത്. ഒരു മിനിറ്റ്, ഒരു കാര്യം വിട്ടുപോയി. നമ്മൾ ഈ അവാർഡിന്റെ അന്നത്തെ വിവാദം പറയുകയായിരുന്നു. അപ്പൊ ആ വിവാദത്തിൽ ഇപ്പം 5 കോടി ഭേദിക്കും എന്ന് പറഞ്ഞു. ഉറപ്പായിട്ട് മിക്കവാറും സംഭവിക്കാൻ സാധ്യത. കാര്യം അത്രയും നാച്ചുറലാണ്. ഇത്രയും നാച്ചുറലായ ഒരു പടത്തിന് അന്ന് എന്തുകൊണ്ടാണ് ജൂറിക്ക് അത് മനസ്സിലാകാതെ? അതിന് ഓരോ ക്യാരക്ടറും നമ്മൾ പറയുമ്പോൾ ഒരിക്കലും മമ്മൂക്കയെ കുറ്റം പറയുന്നതാണെന്നും തോന്നരുത്. മതിലുകൾ കൂടി അവാർഡിനെ പരിഗണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് അന്ന് അവാർഡ് കൊടുത്തത്. വടക്കൻ വീര തനിച്ചായിരുന്നെങ്കിൽ ഒരു പക്ഷേ കിട്ടില്ലായിരുന്നു. മതിലുകൾ ഉണ്ടായിരുന്നു. പിന്നെ ജൂറിയിൽ KG ജോർജ് സാറും ഉണ്ടായിരുന്നു. അതെന്താണ് KG ജോർജും ലാലേട്ടനും ഈ വെച്ചിട്ട് സിനിമകൾ ചെയ്തിട്ടുള്ള ആളല്ല. മമ്മൂക്ക വെച്ചിട്ട് യവനിക പോലുള്ള ഇലവങ്കോട് ദേശം പോലുള്ള സിനിമകൾ ചെയ്തിട്ടുള്ള ആളാണ് അദ്ദേഹം. സിനിമ ഇലവങ്കോട് പിന്നീടാണ്. പക്ഷെ യവനിക പോലുള്ള വേഷങ്ങൾ അതിന് മുമ്പ് തന്നെ
കൊടുത്തിട്ടുണ്ട്. 1983 കണ്ടാണ് യവനിക വരുന്നത്. ഇവർ തമ്മിൽ നല്ല റിലേഷൻ. എനിക്കറിയില്ല, നമുക്ക് ഞാൻ ഒരു മാസികയിൽ വായിച്ചിട്ടുള്ള ഗോസിപ്പ് കോളത്തിൽ വായിച്ചിട്ടുള്ള ഒരു കഥയാണ് അത്. പക്ഷേ ഒരിക്കലും നമുക്കങ്ങനെ പറയാൻ പറ്റില്ല. മമ്മൂക്കയെ പോലുള്ള വലിയൊരു താരം ഒരിക്കലും ആ രീതിയിൽ നമ്മൾ ചിത്രീകരിക്കപ്പെടേണ്ട ആളല്ല. മമ്മൂക്കയും ലാലേട്ടനും മലയാള സിനിമയിലെ രണ്ട് മഹാമേരുക്കളായിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. നമുക്ക് ഈ ഒരു സിനിമയ്ക്ക് രണ്ടുപേർ കൂടെ തുല്യമായിട്ട് അവാർഡ് കൊടുക്കാവുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. കാര്യം അതിനുശേഷം സമാന്തരങ്ങൾ എന്ന സിനിമയിലും കളിയാട്ടം എന്ന സിനിമയിലും ഒരു വർഷമാണ് ഇറങ്ങിയത്. രണ്ടിനും ബാലചന്ദ്രമേനോനും സുരേഷ് ഗോപിക്ക് ഒരുമിച്ച് അവാർഡ് കൊടുക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ രണ്ടുപേർക്ക് പങ്കിട്ട് കൊടുക്കുക എന്നൊക്കെയുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഇവിടെ ചെയ്തില്ല. പക്ഷേ എന്നാലും സ്പെഷ്യൽ ജൂറി അവാർഡ് ഉണ്ടായിരുന്നു. ലാലേട്ടൻ്റെ അവാർഡോട് പരിഗണിക്കുമ്പം ദേശീയ അവാർഡ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ തവണ 20 തവണയാണ് ഫൈനൽ റൗണ്ടിൽ എത്തിയത്. മീൻസ് അതിനകത്ത് കിരീടമല്ല, മൊത്തം ഓൾ കരിയറിൽ 20 തവണ ഫൈനൽ റൗണ്ടിലേക്ക് എത്തുകയുണ്ടായി. അതിൽ 3 തവണയാണ് ഭരത് അവാർഡ് വിൻ ചെയ്തത്, 2 തവണ സ്പെഷ്യൽ ജൂറി അവാർഡും. കിരീടവും വേറൊരു സിനിമയ്ക്കും സ്പെഷ്യൽ ജൂറി കിട്ടിയിട്ടുണ്ട്. അപ്പം അങ്ങനെ മൊത്തം 5 അഭിനയത്തിന് 5 ദേശീയ അവാർഡാണ് അദ്ദേഹത്തിനുള്ളതെന്ന് പറയാം. അത് വേറെ ആർക്കും ഇല്ല. അപ്പോൾ ഈ കിരീടത്തിൻ്റെ ഭാഗത്ത് എങ്ങനെയാണ് അന്ന് കിരീടം തഴയപ്പെട്ടത്? കിരീടം തഴയപ്പെട്ടു എന്ന് പറയാൻ പറ്റില്ല. അവസാനം ഒരു ഒത്തുതീർപ്പ് പോലെ, മീൻസ് ശ്രീകുമാരൻ തമ്പി സാറും കെ ജി ജോർജ് സാറുമായിരുന്നു അന്ന് മലയാളത്തിൽ നിന്ന്. ഇപ്പം തമ്പി സാർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. സാറിന് ചിലപ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങൾ പറയാൻ പറ്റിയത് എന്താണെന്ന് സംഭവിച്ചതെന്നുള്ളത്. പക്ഷേ എന്തായാലും ഇത്രയും നാച്ചുറൽ ആയിട്ടുള്ള ആക്ടിങ്, പ്രത്യേകിച്ച് ആ ക്ലൈമാക്സ് ഫൈറ്റ് സമയത്ത് ഒരു ചെറിയ എന്തോ ഒരു സ്പുകയിലെ ചവച്ചിട്ട് ഉള്ള ഒരു സംഭവമുണ്ട്. അത് കൈ നിട്ടാന്നാണ് പറയുന്നത്. അത് അഭിനയിക്കാൻ ആരും പറഞ്ഞു കൊടുത്തതല്ല, മോഹൻലാൽ. അപ്പം ആ ഒരു സംഭവം പ്രത്യേകിച്ച് എടുത്തു കാണിക്കുന്ന ഒരു ഇതാണ്. അത് ആ ഒരു കുറ്റവാളിയായിട്ട് മുദ്ര കുത്തപ്പെട്ട് ഇരിക്കുന്ന ആ സമയത്തുണ്ടാകുന്ന ഒരു വ്യക്തിയുടെ മാനസിക വ്യാപാരങ്ങൾ കൃത്യമായിട്ട് ലാലേട്ടൻ അതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവസാന സീനൊക്കെ വരുമ്പോഴത്തേക്ക് കരയാത്ത ഒരു ആരും കരഞ്ഞു പോകും. അങ്ങനത്തെ അത്ര മീൻസ് ഒരു വ്യക്തിക്ക് ഒരു കുറ്റവാളി എന്നുള്ളൊരു കിരീടം സമൂഹം ചാർത്തി കൊടുക്കുകയാണ്. അതിന് തുടക്കം തൊട്ടേ ആ സിനിമയുടെ കഥ വേറൊരു രീതിയിലാണ് പോകുന്നത്. മീൻസ് അച്യുതൻ നായർ എന്ന് പറയുന്ന പോലീസ് കോൺസ്റ്റബിൾ, അദ്ദേഹത്തിൻ്റെ ഹെഡ് കോൺസ്റ്റബിൾ ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് മകനൊരു SI ആകുക എന്നുള്ളത്. അതേസമയം മോഹൻലാലിൻ്റെ ഭാഗത്ത് നോക്കുമ്പോഴത്തേക്ക് ആ ഒരു ഇത് കാണിക്കുന്നില്ല. മീൻസ് അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളാണെന്നൊന്നും പറയുന്നില്ല. അച്ഛൻ്റെ സ്വപ്നം അടിച്ചേൽപ്പിക്കപ്പെടുകയാണ് മകനിലേക്ക്. അതൊരു പേരൻറ്റിങ്ങിൻ്റെ സിനിമ കൂടിയാണെന്ന് പറയേണ്ടി വരും. അപ്പം അങ്ങനെ അതെ കിരീടം. അപ്പം അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് അച്ഛൻ്റെ സ്വപ്നത്തിന് വേണ്ടി, അതിനുവേണ്ടി അച്ഛനോടുള്ള സ്നേഹമാണ് ആ സേതുമാധവൻ എന്നുള്ള ക്യാരക്ടർ. അപ്പോൾ ആ സ്നേഹത്തിന് മുന്നിൽ അയാൾ ത്യജിക്കുന്നത് അയാളെ തന്നെയാണ്. അയാൾക്ക് സ്വയം നഷ്ടപ്പെടുകയാണ്. കാര്യം അച്യുതൻ നായരെ കിരിക്കാടൻ ജോസ് അടിക്കുമ്പോഴാണ് ഇദ്ദേഹം ഇടപെടേണ്ടി വരികയും പെട്ടെന്ന് ആ ഒരു ഹീറോ പരിഭാഷത്തിലേക്ക് പോവുകയും ചെയ്യുന്നു. പക്ഷേ അത് പിന്നീട് ആ പ്രശ്നത്തെ ആളി കത്തിക്കുന്നത് തിലകൻ്റെ കഥാപാത്രമാണ്. അത് SI വെരിഫിക്കേഷൻ വരുമ്പോഴത്തേക്ക് എൻ്റെ മകൻ കുറ്റവാളിയാണ്, അവൻ യോഗ്യനല്ല എന്നുള്ള ഒരു സ്റ്റാൻഡ് എടുക്കുമ്പം ആ മുരളിയാണ് മേലുദ്യോഗസ്ഥൻ. അപ്പം മുരളി പറയുന്നുണ്ട് ഇതൊന്നുകൂടെ ഒന്ന് ചിന്തിച്ചുകൂടെ എന്ന് പറയുമ്പോൾ ഇല്ല എന്നുള്ള ആ ഒരു നിലപാടിലേക്ക് എത്തുന്നത് ശരിക്കും ഒരുപക്ഷെ എഴുതി വെച്ചിട്ടുള്ള കഥാപാത്രങ്ങളുടെ സൃഷ്ടിയിൽ വരുന്ന കാര്യങ്ങളാണ്. എന്നിരുന്നാൽ തന്നെയും നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്ക് ആ നമുക്ക് തോന്നിപ്പോ. അതുപോലെ ഇതാണ് ചെങ്കോലിനും സംഭവിച്ചത്. അച്യുതൻ നായരുടെ ക്യാരക്ടർ തന്നെ ഇടപെടലും പൊളിച്ചു. ദൃശ്യം 3 മോഹൻലാലിന് സംഭവിച്ച പോലെ ദൃശ്യം 3 ജോർജ് കുട്ടി ക്യാരക്ടർ ഇല്ല. ലാലേട്ടൻ്റെ ഒരു മാസം മാത്രമേ ഉള്ളൂ. അപ്പം അതുപോലെ ഒരു സംഭവം ഇവിടെ സംഭവിച്ചു ചെങ്കോലിൻ്റെ കാര്യത്തിൽ. പിന്നെ കിരീടത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ തിരുവനന്തപുരത്തിന് ഒരുപാട് ഓർമ്മ ഉണർത്തുന്നതാണ് വെള്ളാണി പാലം, കിരീടം പാലം. അവിടെ കിരീടം പാലം നിൽക്കുന്ന സ്ഥലം ടൂറിസം, അതെ, സിനി ടൂറിസം ആക്കി 1.5 കോടി രൂപയ്ക്കാണ് അത് അവിടെ റിനോവേറ്റ് ചെയ്യുന്നത്. കിരീടത്തിന്റെ മൊത്തം ബജറ്റ് 24 ലക്ഷം രൂപയാണ്. അപ്പോൾ അതിനെക്കാട്ടി എത്രയോ ഇരട്ടി തുകയാണ് ഈ കിരീടം പാലത്തിന് വേണ്ടി തന്നെ ഇപ്പം നമ്മൾ ഇതിൻ്റെ ഹെറിറ്റേജ് ടൂറിസം വില്ലേജ് ആക്കി മാറ്റുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് സ്മരണകൾ ഉണ്ടാകുന്ന ഈ സിനിമയിൽ നമ്മൾ പുതിയ തലമുറയായിട്ട് കണക്ട് ആവുന്ന കഥ തന്നെയാണ്. അതാണ് ഞാൻ ചോദിക്കുന്നത്. പഴയ കാലത്ത് നടന്നൊരു സംഭവമാണ്. ഇനി റിലീസ് ചെയ്ത് വരുമ്പോൾ എന്തായാലും യൂത്ത് ജനങ്ങൾ ഈ കാലഘട്ടത്താണ്. അപ്പോൾ അവരെങ്ങനെ ഇത് എടുക്കും എന്നാണ് അങ്ങ് വിചാരിച്ചിരിക്കുന്നത്? അല്ല, ഞാൻ കരുതുന്നത് പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് തന്നെ ഉണ്ടായിരിക്കുമെന്ന് തന്നെയാണ്. ഇപ്പോൾ ഇതിനു മുമ്പ് അമരം ഒരു ട്രാജിക് എക്സ്പീരിയൻസ് ആയിരുന്നു. മീൻസ് മമ്മൂക്കയുടെ ട്രാജഡി ആയിരുന്നു, വളരെ ശോകമായിരുന്നു. ഞാനൊക്കെ റിലീസിന് പോയി തിയേറ്ററിൽ പോയിട്ട് ഷോ ഇല്ലാതെ തിരിച്ചു വരുന്ന സിറ്റുവേഷൻ ഉണ്ടായി. അതിപ്പം കിരീടത്തിന് ആ അവസ്ഥ ഉണ്ടാകത്തില്ലെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാര്യം ഒന്നാമത് ലാലേട്ടൻ പടങ്ങളുടെ ഒരു ഹൈപ്പുണ്ട് റിലീസിൻ്റെ. ഇപ്പോൾ അവസാനം രാവണപ്രഭു വന്നപ്പോഴും ഉണ്ടാകുന്നൊരു ഹൈപ്പുണ്ട്, ഫാൻസ് സപ്പോർട്ടുണ്ട്. തീർച്ചയായിട്ടും അതൊരു പ്രേക്ഷകർ ആഗ്രഹിക്കുന്നു. കറക്റ്റ്. അതായത് ഇപ്പം എൻ്റെ മകള് ഇപ്പോൾ 13 വയസ്സുള്ള കുട്ടിയാണ്. അപ്പം അവൾ മോഹൻലാലിനെ കാണുന്നത് ഇപ്പോൾ പുലിമുരുകൻ അല്ലെങ്കിൽ ലൂസിഫർ, അതൊക്കെ മോഹൻലാലിൻ്റെ ഏറ്റവും
താഴ്ന്ന അഭിനയ മുഹൂർത്തങ്ങളാണെന്ന് ഞാൻ പറയും. അവർക്കിത് വലിയ അവർക്കിത് വലുതായിട്ട് തോന്നുന്നെങ്കിൽ ഈ കിരീടം കാണിക്കാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് മോള് വളരെ എക്സൈറ്റ്മെന്റിലാണ്. അപ്പം ഞങ്ങൾ കാണാൻ പോകും. അവര് ചിലപ്പോൾ ലാലേട്ടൻ്റെ ഒരു മാസമായിരിക്കും ഉദ്ദേശിക്കുന്നത്. അതായത് പുതിയ തലം CD ഒക്കെ കണ്ടു അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ കിടപ്പുണ്ടെങ്കിലും തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പം അവരിത് മാസ് കണ്ട മോഹൻലാലിനെ ചെന്ന് കാണുന്നത് വേറൊരു മോഹൻലാൽ. ഇതിനകത്ത് വേറെ ഒരു വശമുള്ളതെന്ന് വെച്ചാൽ മണിച്ചിത്രത്താഴ് ഞാൻ ഫുൾ ആരിസ് പ്ലസ് തിയേറ്ററിന്റെ OD1 ആണ് അവിടുത്തെ ഏറ്റവും വലിയ തിയേറ്റർ. അവിടുത്തെ ഫുൾ സ്ട്രെങ്ത് ഇരുന്നിട്ടാണ് ഞങ്ങൾ ഫാമിലി ആയിട്ട് മണിച്ചിത്രത്താഴ് കാണുന്നത്. അപ്പോൾ വൈഫ് എന്നോട് ചോദിക്കുകയും ചെയ്തു, മണിച്ചിത്രത്താഴിന്റെ 2ാം ഭാഗം ഇറങ്ങിയോ? ഞാൻ പറഞ്ഞു 2ാം ഭാഗമാണ്, നീ വരും. അപ്പോൾ അങ്ങനെ വൈഫ് കാണുമ്പോഴത്തേക്ക് സെയിം അവിടെ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അവർക്ക് വലിയൊരു ഫീൽ തോന്നിയില്ല. പക്ഷേ എൻ്റെ മോള് ആ പോപ്കോൺ പോലും കഴിക്കാതെ അവസാനം വരെ ഇരുന്ന് സിനിമ കണ്ട് ആസ്വദിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇപ്പോഴും ഒരു സാധ്യത കിടക്കുകയാണ് റിലീസുകൾക്ക്. പഴയകാല സിനിമകൾ നമ്മൾ TV-യിൽ അറ്റവും മുറിയും കാണുന്നതല്ലല്ലോ സിനിമ, മൊബൈൽ സ്ക്രീനിൽ കാണുന്നതല്ലോ സിനിമ. തിയേറ്ററിന്റെ ഇരുട്ടിരുന്ന് കാണുമ്പോൾ ഉണ്ടാകുന്ന എക്സ്പീരിയൻസ് ഭയങ്കരമാണ്. ഇടയ്ക്ക് മാനവീയത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ ഒരു സിനിമ പ്രദർശനം ഫ്രീ ആയിട്ട് നടത്തിയപ്പോഴത്തേക്ക് ആ കാലത്തെ എല്ലാ സിനിമകളും ഞാൻ കാണാനുണ്ടായി. അതിനകത്ത് ഒരു സിനിമ മീൻസ് ഒരു മിന്നാമിനിങ്ങിൻ്റെ നുറുങ്ങുവട്ടം. അത് കണ്ട് എൻ്റെ അടുത്തിരുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ കരയുമായിരുന്നു. അത് മീൻസ് അതിനകത്ത് നെടുമുടി വേണുവിൻ്റെയും ശാരദയുടെയും ക്യാരക്ടർ പാർവതി അവരുടെ മെല്ലെ മെല്ലെ മുഖപടം തെല്ലുയർത്തി എന്നുള്ള പാട്ടൊക്കെ വരുമ്പോഴത്തേക്ക് അവർ കണ്ണ് തുടയ്ക്കുന്ന എനിക്ക് കാണാം. അത്രയും ഇൻവോൾവ് ആയിട്ടാണ് ആൾക്കാർ ഇരിക്കുന്നത്. ഇടയ്ക്ക് ഫിലിം ഒന്ന് പൊട്ടി, പഴയ ഫിലിമാണല്ലോ മറ്റേ മാനവീയത്തിന്റെ ഭാഗത്ത്. അപ്പൊ എന്നിട്ട് പോലും ഒരു കൂക്കലോ ഒന്നുമില്ലാതെ പുതിയ തലമുറ ഇരുന്ന് അത് അറിഞ്ഞ് ആസ്വദിക്കുകയാണ്. അപ്പൊ അത് കിരീടത്തിന്റെ കാര്യത്തിലും അത് സംഭവിക്കും. കാര്യം വെച്ചാൽ അതിനകത്ത് ആ സിനിമ അങ്ങനെ ഒരു ഇത് അർഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും എന്തായാലും കിരീടത്തിന് വേണ്ടി ഞങ്ങൾ എല്ലാവരും വെയിറ്റിംഗ് ആണ്. എന്തായാലും ഒരു നാഷണൽ അവാർഡ് 2ാമത് ചിലപ്പോൾ കിട്ടുവാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഈ റിലീസിന് ശേഷം വീണ്ടും ഒരു നാഷണൽ അവാർഡ് കൊടുക്കണം എന്ന് തീരുമാനിച്ചാൽ? അല്ല, റിലീസിങ്ങിന് സെൻസറിങ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അത് മീൻസ് അങ്ങനെ ഒരു അവാർഡ് പരിഗണിക്കുന്ന പതിവ് വന്നു കഴിഞ്ഞാൽ അത് വലിയ വിവാദമായി മാറും. കാര്യം അങ്ങനെ കഴിഞ്ഞാൽ പിന്നെ മോഹൻലാലും മമ്മൂട്ടി മാത്രമേ അവാർഡ് മേടിക്കാൻ പറ്റുള്ളൂ. കാര്യം പുതിയ തലമുറയ്ക്ക് അവാർഡ് കിട്ടാത്ത സിറ്റുവേഷൻ പറ്റും. അവരുടെ സിനിമകൾ റിലീസ് ചെയ്യപ്പെടുന്ന സിനിമകൾ അവാർഡിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് മാത്രമേ കിട്ടുള്ളൂ. പിന്നെ അത് മാത്രമല്ല, ഇനിയിപ്പോൾ ഇങ്ങനെ തുടർച്ചയായിട്ട് റിലീസ് വെച്ച് കഴിഞ്ഞാൽ പുതിയ തലമുറയിലെ അഭിനേതാക്കൾക്ക് ഒരു വലിയ വെല്ലുവിളിയാണ്. അവർ വെച്ചേക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ആക്ടിങ് ഉണ്ട്. അതിന്റെയൊക്കെ ഒരുപാട് മോഡലാണ് ചെയ്തു വെച്ചേക്കുന്നത്. മോഹൻലാൽ മമ്മൂട്ടിയൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്. അത് പിന്നെ ലോഹിദാസിന്റെ സ്ക്രിപ്റ്റും മോഹൻലാൽ മമ്മൂട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ തനിയാവർത്തനം മമ്മൂട്ടിക്ക് കൊടുത്തേക്കുന്ന സ്ക്രിപ്റ്റും അതുപോലെയാണ്. തനിയാവർത്തനം, അരയന്നങ്ങളുടെ വീട്, പിന്നെ നമ്മുടെ മൃഗയ, പുലിവേട്ടക്കാരൻ വാറുണ്ണി, വാത്സല്യം, മേലെടുത്ത് രാഘവൻ നായർ, അങ്ങനെ ഇത്തരം ക്യാരക്ടർ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, താരങ്ങളില്ല ഇദ്ദേഹത്തിന്റെ സിനിമയിൽ, കഥാപാത്രങ്ങളേ ഉള്ളൂ. ഇനിയിപ്പോൾ ഏറ്റവും വലിയ താരം വന്ന് അഭിനയിച്ചാലും താരമില്ല, കഥാപാത്രം മാത്രമേ കാണത്തുള്ളൂ. അതൊരു വല്ലാത്ത മാജിക്കാണ്. എന്തായാലും നമുക്ക് കിരീടത്തിന്റെ ആ വരവിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അതെ, തീർച്ചയായിട്ടും.